ഇതുപോലെയാണ് നിങ്ങളുടെ CV എങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് കുറവാണ്. കാരണം ഇതൊരു ATS ഫ്രണ്ട്ലി CV അല്ല. ATS എന്ന് പറഞ്ഞാൽ ആപ്ലിക്കന്റ് ട്രാക്കിംഗ് സിസ്റ്റം എന്നതിന്റെ ചുരുക്കപ്പേരാണ്. ഇന്ന് പല കമ്പനികളും ആപ്ലിക്കേഷന്റെ CVകൾ ഓട്ടോമാറ്റിക് സ്ക്രീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. നമ്മൾ CV അയക്കുമ്പോൾ അത് HR എത്തുന്നതിന് മുമ്പ് ഫസ്റ്റ് അത് ATS സ്കാൻ ചെയ്ത് അവിടെ നിന്ന് ആവശ്യമായ കീവേഡ് കണ്ടെത്തി ആവശ്യമായ CVകൾ മാത്രമേ HR എത്തുന്നുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ CV ATS ഫ്രണ്ട്ലി ആണോ എന്ന് ചെക്ക് ചെയ്യുക. നിങ്ങൾ CVയുടെ സ്റ്റൈലും ലുക്കും ഫോക്കസ് ചെയ്യുമ്പോൾ ATS ഫോക്കസ് ചെയ്യുന്നത് റീഡബിലിറ്റി, സിംപ്ലിസിറ്റി, പിന്നെ അതിന്റെ കോണ്ടസ്റ്റ് ആണ്. അതിനാൽ നമ്മുടെ CV ATS ഫ്രണ്ട്ലി ആയിരിക്കണം. അതായത് സിമ്പിൾ ഫോർമാറ്റ്, വ്യക്തമായ സെക്ഷൻ ഹെഡിങ്ങുകൾ, ഉദാഹരണത്തിന് എക്സ്പീരിയൻസ്, എഡ്യൂക്കേഷൻ ആൻഡ് സ്കില്ല് മുതലായ ഇമേജുകൾ ഓർ ടേബിളൊക്കെ ഒഴിവാക്കുക. വേർഡ് അല്ലെങ്കിൽ PDF ഫയലുകൾ ഫോർമാറ്റിൽ. പിന്നെ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ജോബിന്റെ ജോബ് ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അതുമായിട്ട് അനുയോജ്യമായ കീവേഡ്സുകൾ നിങ്ങളുടെ CVയിൽ മസ്റ്റായിട്ട് ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കും. ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളൊരു കമ്പനി ഷോർട്ട് ലിസ്റ്റ് ആകാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പം ഈ കാര്യങ്ങൾ ഉപകാരപ്പെടുന്നു തോന്നുന്നു. താങ്ക് യു.